ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ സലാലിയുടെ പാർട്ട് 2 ആയിട്ട് വരാമെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ സലാലി ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ് വെച്ചാൽ നമ്മൾ എന്താണ് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി, അതായത് ഒരു ഗ്രാവിറ്റി ഹിൽസിലാട്ടോ നമ്മൾ പോകുന്നത്. സലാലിലുള്ള അവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണിത്. അങ്ങനത്തെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, ആ സ്ഥലം കാണിക്കും. ഇനി ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ന്യൂട്രലിട്ട് കയറുന്നു. ഓക്കെ, വണ്ടി സ്ട്രൈറ്റ് ആക്കി അങ്ങോട്ട് കയറ്റാണ്. ഇതാ ഞാൻ ന്യൂട്രാക്കി, ആക്സിലേറ്റർ വന്ന് അല്ല ബ്രേക്ക് വന്ന് കാലെടുത്ത് വണ്ടി അവിടെ വണ്ടി വരുന്നുണ്ട്. ന്യൂട്രാണ്, ഇതാ ബ്രേക്ക് ഒന്നും കാലെടുത്ത്, ഇതാ ഒന്നുമില്ല, വണ്ടി ഇതാ കയറി പോകുന്നു. ആട് നോക്കതാ കയറുന്നത്, കാറ്റാണ് കയറുന്നത്. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ എന്താന്നുള്ളത്. അതെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു പ്രതിഭാസം തന്നെയാണല്ലേ. അപ്പോൾ ഇതാ ഇനി നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഒരു സഹാബിയുടെ മക്ബറ കാണാനാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി, എന്താ പറയുക, ജബൽ അയ്യൂബ് എന്ന് അടിച്ചാൽ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു മാപ്പ് കാണും കേട്ടോ. അപ്പോൾ അതും ഒരു എന്താ പറയുക, ഒരു കുന്നിൻ്റെ മുകളിലാണ് അതും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്തൊക്കെ നല്ല എന്താ പറയുക, ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എന്താ പറയുക, സഹാബിയായ അയ്യൂബ് നബിയുടെ ടോംബ്, അതായത് മക്ബറ. അപ്പോൾ ഞങ്ങളിത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കുളമുണ്ട്. അതായത് അയ്യൂബ് നബിക്ക് എന്തോ ഒരു അസുഖം വന്നപ്പോൾ ആ കുളത്തിലിറങ്ങി കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ അയ്യൂബ് നബിയുടെ അസുഖം മാറിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചരിത്രം. അപ്പോൾ ആ ഒരു കുളം കാണാൻ പോകണം ഞങ്ങൾ കേട്ടോ. ആ കുളം എവിടെയെന്ന് വെച്ചാൽ ആ മക്ബറ കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു താഴത്തോട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ആ താഴത്തോട്ട് അങ്ങനെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തോട്ട് പോയിട്ട് കാണണം നമ്മളത്. അപ്പോൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ല സ്ലിപ്പാവുന്നുണ്ട്. കാരണം ഞങ്ങൾ പോയ സീസണ് മഴേൻ്റെ സീസണായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ താഴോട്ട് പോകുമ്പോഴും അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ എത്തിയിട്ടുണ്ട്. നല്ലോണം അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. താഴോട്ട് നല്ലോണം സ്റ്റെപ്പ് ഇറങ്ങി നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അയ്യൂബ് നബിക്ക് ഒരു അസുഖം വന്നപ്പോൾ അല്ലാഹു തആല അയ്യൂബ് നബിയോട് ഈ കുളത്തിലിറങ്ങി കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ അസുഖമൊക്കെ മാറി എന്നാണ് പറയുന്നത്, എന്നാണ് ചരിത്രം. അപ്പോൾ ഇതാണ് ഈ കുളം. എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിന് നല്ലോണം തണുപ്പ്, ഏത് ടൈമിൽ നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. അങ്ങനെ ഇതാ ഞങ്ങൾ കുളം കണ്ട് തിരിച്ച് പോവുകയാണ്. കുറേ സ്റ്റെപ്പ് ഇനി തിരിച്ച് കയറാനുണ്ട്. ഞങ്ങൾ പോയ സീസണ് ഖരീബ് സീസണാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മഴേൻ്റെ ഒരു ഇതായത് കാരണം നല്ല സ്ലിപ്പറി ആവുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോവുകയാണ്. എവിടെയെന്ന് വെച്ചാൽ ഷാത്ത് വ്യൂ പോയിൻ്റ് ആട്ടോ. അടിപൊളിയാണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചെടുത്താൽ മതി ഷാത്ത് വ്യൂ പോയിൻ്റ് എന്ന്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ എന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ വ്യൂ കാണും, എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാം. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഈ വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, അത് നേരിട്ട് കാണാൻ ഏറ്റവും ഭയങ്കര സൂപ്പറാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ആ ഒരു വ്യൂ എന്ന് വെച്ചാലും ആ വ്യൂ പ്രത്യേകിച്ച് നല്ല രസത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്പോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത്. പിന്നെ അവിടെ പോയപ്പോഴുള്ള ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു സംഭവം, ഒരു കേവ് പോലെ നമുക്ക് കേട്ട് അതിൻ്റെ താഴെയിലൂടെ ഇങ്ങനെ നടന്ന് പോകാം. പക്ഷെ ആ നടന്ന് പോകുന്ന പ്രത്യേക രസമാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പോയോക്ക്, അങ്ങനെ പോ, അങ്ങനെ താഴെ ഇങ്ങനെ പോ, അങ്ങനെ അവര് പോണ പോലെ മെല്ലെ 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 അല്ല പൊയ്ക്കോ. അങ്ങനെ പൊയ്ക്കോ. ആ ഓക്കെ. അങ്ങനെ അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങളിത് ആ ഒരു മൗണ്ടെയിൻ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ കണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനും അതുപോലെ തന്നെ എന്താ പറയുക, ഈ ചിക്കനാണോ ഇനി മട്ടനാണോ എന്തിൻ്റെ ഈ നെയ്യൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്കിൽ ഇങ്ങനെ ഒരു ബാർബിക്യൂ ചെയ്യുന്ന പോലെ ഇങ്ങനെ അവർ ചെയ്യാണ്. ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ചിക്കനും ഒരു ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് മാത്രം ഒരു ചൂട് കല്ലിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, തീ വെച്ചാൽ നമ്മൾ ഗ്യാസൊന്നുമല്ല, ഒരു പ്രത്യേക കല്ല് ഭയങ്കര ചൂടാക്കിയിട്ട് ചുട്ടുപഴുത്ത കല്ലിൻ്റെ മുകളിലാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ആ ഒരു എന്താ പറയുക, ആ ഒരു മൗണ്ടെയിൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തി പോയി നോക്കിയതാട്ടോ. ചിലവർക്ക് ഇഷ്ടമാവും, പക്ഷേ എനിക്കങ്ങനെയാണ് ഇഷ്ടമായിട്ടില്ല. കാരണം ഒരു എന്താ പറയുക, ഒരു ഉപ്പും ഒന്നുമില്ല. കണ്ടോ, ഇതേപോലെ നല്ല ഈ കല്ല് ഭയങ്കര ചൂടാണ്, ഭയങ്കര ചുട്ട് പഴുത്ത കല്ലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇവർ കുക്ക് ചെയ്യാണിത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ വേറെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ മർനീഫ് കേവ് എന്നാണ് കേട്ടോ. ഗൂഗിൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, മർനീഫ് കേവ്. അതുപോലെ തന്നെ ബ്ലോ ഹോൾസ് അടിച്ചാൽ മതി. ഇത് പ്രത്യേക രസമാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് സംഭവം. നമ്മൾ ആ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് ബ്ലോ ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിള്ളേർക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. പിന്നെ നമ്മൾ സലാലയിലുള്ള ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു എന്താ പറയുക, ആ ബീച്ചിലുണ്ടായിരുന്ന ഒരു സംഭവമായിട്ട് അത് നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സംഭവമാണ്. ബീച്ചിൻ്റെ പേര് താക്ക ബീച്ച് എന്നാണ്. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു അതുപോലെ തന്നെയാണ്.
മക്കളെല്ലാം എന്താ പറയുക ബീച്ചിൽ കളിക്കുമ്പോൾ നമ്മളിതാ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അന്നത്തെ ഫുഡിൻ്റെ സ്പോട്ട് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെ എന്താ പറയുക ഫിഷൊക്കെ ചുട്ട് തരുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു അന്നത്തെ രാത്രി ഫുഡ്. അപ്പോഴിതാ കുറച്ച് കഴിഞ്ഞ ശേഷം ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇതേപോലെ വലിയൊരു നമ്മൾ പറഞ്ഞ ഏത് ഫിഷാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ അത് മസാല തേച്ച് ചുട്ട് തരും. പിന്നെ അവരൊരു ഒരു തരം റൊട്ടി തന്നൊരുട്ട് പോലെ ഒരു റൊട്ടിയും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു. പിന്നെ കുറച്ച് റൈസും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ ദാ സലാലയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് അല്ലൈനിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ ഇതാ പിള്ളേരൊക്കെ മാക്സിമം എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 3 ഫാമിലിയിൽ തന്നെ അത്യാവശ്യം കുറച്ച് മക്കളുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര ഹരാക്കിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ എന്താ പറയുക അല്ലൈനിക്ക് പോവുകയാണ്. വണ്ടിയൊക്കെ ആകെ നാറി പുഴുത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രക്കും ഞങ്ങൾ ആ ഒരു ഖരീഫ് സീസണിലല്ലേ പോയത്. അപ്പോൾ ആ ഒരു മഴേൻ്റെ ഒരു ചളിയും അകനപ്പാട് ഒരു കഥ ആയിരുന്നു. വണ്ടിയൊക്കെ ഇതേപോലെ ആവും കണ്ടല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ റൂമിനോട് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളിതാ പോവുകയാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ വേറെ സ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. സലാല ചെന്നാൽ ഈ ഒരു സ്ഥലത്തേക്ക് പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് കോക്കനട്ട് ബനാന മാർക്കറ്റ്. ഇത് ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്ഥലം കാണിക്കും. അപ്പോൾ അതാ ഞങ്ങൾ അല്ലൈനിക്ക് തിരിച്ച് പോകുമ്പോൾ ലാസ്റ്റ് ഈ ഒരു മാർക്കറ്റിലും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇതൊരു ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഈ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റും ഇതിൻ്റെ ഓപ്പോസിറ്റ് ബീച്ചാണ്. അപ്പോൾ ഭയങ്കര വ്യൂ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് കുറേ തെങ്ങിൻ്റെ തോട്ടമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ അതുപോലെ ഉണ്ട്. അപ്പോൾ കണ്ട ചെറിയ തെങ്ങിൻ്റെ തൈയൊക്കെ ഇട്ട് ഇവിടെ നമുക്ക് അവർ വിൽക്കുന്നുണ്ട്. ഈ കുറേ അറബ്സൊക്കെ വന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഈ ഇളനീരൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു എന്താ പറയുക അതൊക്കെ നമ്മൾക്ക് ലൈവായിട്ട് അവർ കട്ട് ചെയ്തിട്ട് നമുക്കൊക്കെ തരും. കണ്ടോ ഇതിൻ്റെ ഒരു സൈഡ് ബീച്ചാണ് കാണുന്നത്. ബീച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത്. പിന്നെ അവിടുന്ന് ഈ ഒരു സംഭവം മനസ്സിലാവും. ഇതെന്താ സംഭവം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ബദാം എന്ന് പറഞ്ഞൊരു മരം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു സീഡ് ഉണ്ട്. അതിൻ്റെ ഒരു സീഡ് ഉണ്ടല്ലോ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവർ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലായ സമയത്തൊക്കെ ആ ഒരു ബദാം കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു സീഡൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നാട്ടിലിതാ നമ്മൾ എന്തൊക്കെ അച്ചാർ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പലതരത്തിൽ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബദാം ആ ഒരു സംഭവമാണിത്. അതിൻ്റെ നട്ട്സാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഇവിടെ ചെന്ന് നമുക്ക് കാണാം. കണ്ടോ ഇതേപോലെ നമുക്ക് ലൈവായിട്ട് അവർ കട്ട് ചെയ്ത് തരും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെന്നാലൊക്കെ അല്ലേ നമ്മൾ തേങ്ങമെന്നൊക്കെ ഇടുമ്പോൾ മക്കൾക്ക് കുടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പോയാൽ നമുക്ക് ലൈവായിട്ട് ഇതേപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് അവർ തരും കേട്ടോ. അപ്പോൾ നെയിലൊക്കെ ഹലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇളനീരിൻ്റെ ഒക്കെ വെള്ളം. വെള്ളത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇളനീർ വെള്ളത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം പൊങ്ങറിയാം നിങ്ങൾക്ക്. നമ്മൾ ഈ തേങ്ങൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടല്ലോ വൈറ്റ് കളർ പൊങ്ങ്. ഞങ്ങൾ മലപ്പുറം അങ്ങനെ ഉണ്ടോ പറയല് പൊങ്ങ്. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ ഈ ഒരു സംഭവം.
അങ്ങനെ അത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അടുത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ നല്ല ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ കഴിക്കാൻ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടെ ചെന്നാൽ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല പഴുത്ത മാങ്ങൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഭയങ്കര രസമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഇളനീര് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പൊക്കെ നമുക്ക് അവിടെ ഓരോ ഷോപ്പിന് ഓരോ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ നമ്പർ 74 ആണ്, 74 വരുന്നത്. മലയാളീൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ ചെന്നാൽ അയാൾ നല്ലോണം നമ്മൾ സൽക്കരിക്കും. അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലും തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ തന്നെ പോകും നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പാർസലായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇളനീരിൻ്റെ പൾപ്പും അതുപോലെ തന്നെ മാംഗോയും. പിന്നെ ഈ ഒരു സംഭവം കരിമ്പുണ്ടല്ലോ, കരിമ്പ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഷോപ്പിനോടും ആ ഒരു സ്ഥലത്തിനോടും ഞങ്ങൾ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അലൈനിക്ക് സ്ട്രെയിറ്റ് അലൈന് പഴയ പോലെ എങ്ങനെയാണ് എത്ര ഹവേഴ്സ് ഉണ്ട് അതേപോലെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടും നല്ല എന്താ പറയുക, കാർമയൊക്കെ താഴോട്ട് വന്നിട്ട് മഴപ്പ പെയ്യുന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ടില്ലായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വ്ളോഗിൽ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കരിബി സീസൺ തന്നെ പോകും കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.